ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, വെൽക്കം ടു AK ട്രാവൽ ലോഗ്. എല്ലാവർക്കും നല്ലൊരു വ്യാഴാഴ്ച ദിവസം ആശംസിക്കുന്നു. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇപ്പോൾ പലരും സ്കൂള്, കോളേജ്, ഓഫീസ് അങ്ങോട്ടൊക്കെ പോവേണ്ട തിരക്കിലായിരിക്കും. പലരും പോയിക്കൊണ്ടിരിക്കണായിരിക്കും, പലരും ഇറങ്ങാൻ തുടങ്ങുകയായിരിക്കും. എന്നാലും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി ഏതാണ്ട് വെള്ളായണി നേമം ഭാഗത്തെത്തിയപ്പോൾ അവിടെ നിന്നൊരു ഓട്ടം നമ്മളെ കുണ്ടമങ്കടവ് വട്ടിയൂർക്കാവ് റോഡിൽ അവിടെ ഒരിടത്ത് ഡ്രോപ്പായിരുന്നു. അപ്പോൾ ആ ഓട്ടം കഴിഞ്ഞു. അങ്ങനെ കഴിഞ്ഞപ്പോൾ രാവിലെ എന്തായാലും കാപ്പി കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കാപ്പി കുടിക്കാൻ വേണ്ടി എന്തായാലും വട്ടിയൂർക്കാവിനും കുലശേഖരത്തിനും ഇടയിൽ ആണ് ഡ്രോപ്പ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ കുലശേഖരത്തുള്ള നമ്മളെ ശ്രീജിത്ത് ചാണ്ടിൻ്റെ ചായക്കടയിലോട്ട് പോയി കളയാം എന്ന് വിചാരിച്ച് അങ്ങോട്ട് പോയി. അവിടെ നല്ല തലേ ദിവസത്തെ ബീഫ് കിട്ടും, നല്ല ടേസ്റ്റാണ്. നമ്മൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടുണ്ട് അതിൻ്റെ വീഡിയോസ്. പല ഫുഡ് വ്ളോഗേഴ്സൊക്കെ അതിനെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇന്ന് അതൊന്ന് പോയി ട്രൈ ചെയ്തു. എന്തായാലും കൊള്ളാം. ഇടിയപ്പവും ബീഫും നല്ല ചൂട് ചായയും സൂപ്പറായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കുലശേഖരം ഭാഗത്താണ്. ഇവിടെ കുറച്ച് നേരം നിന്ന് നോക്കി, ട്രിപ്പൊന്നും അടിക്കുന്നില്ല. എന്തായാലും നമുക്കിനി കുറച്ച് അങ്ങോട്ട് മാറാം. നമ്മൾ വട്ടിയൂർക്കാവ് സൈഡിലോട്ട് പോവാം. അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും ട്രിപ്പ് കിട്ടും. അപ്പം എല്ലാവരെയും ഒരിക്കൽ കൂടെ നമ്മുടെ AK ട്രാവൽ ലോഗിലോട്ട് ക്ഷണിക്കുകയാണ്. ഇന്നത്തെ ട്രിവാൻഡ്രത്തെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് കാണാം. അപ്പം നമുക്കിനി ഇവിടെ എവിടെയെങ്കിലും ഒതുക്കി കഴിഞ്ഞ് വട്ടിയൂർക്കാവ് എത്താറായി ഏതാണ്ട്. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും തണലുള്ളിടം നോക്കി ഒതുക്കിയിട്ട് ട്രിപ്പ് കിട്ടുമോ ഇല്ലേ എന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് വട്ടിയൂർക്കാവ് നിന്നപ്പോൾ തന്നെ ഒരു ട്രിപ്പ് അടിച്ചു. ഞാനൊരു ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് ഇങ്ങനെ ഒതുക്കി നിർത്തിയിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് രണ്ടുപേരെന്നെ വണ്ടി ബുക്ക് ചെയ്തത്. അപ്പോൾ 2 ഡ്രോപ്പ് ഉണ്ടായിരുന്നു. ഒന്ന് കുറവങ്കോണം, കുറവങ്കോണത്തും ഒന്ന് ഇവിടെ വെൺപാലവട്ടത്തുമായിരുന്നു ഡ്രോപ്പ്. അപ്പോൾ അത് കഴിഞ്ഞു. നമുക്കിവിടെ എവിടെയെങ്കിലും വണ്ടി കൊണ്ട് തണലുള്ളിടം നോക്കി ഒതുക്കിയിടാം. അടുത്ത ട്രിപ്പ് കിട്ടുമോ ഇല്ലേ എന്ന് നോക്കാം. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കൊരു ട്രിപ്പ് കിട്ടി. ഇവിടെ കുമാരപുരത്തുനിന്നാണ്. കുമാരപുരത്തുനിന്ന് പാങ്ങാപ്പാറ ആണ് ഡ്രോപ്പ്. അപ്പോൾ നമുക്ക് എന്തായാലും കസ്റ്റമർ പോയി പിക്ക് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ ട്രിപ്പ് കഴിഞ്ഞു. ഇവിടെ ഗാന്ധിപുരത്തായിരുന്നു. അപ്പോൾ നമുക്കൊരു ട്രിപ്പ് അടിച്ചു. ഇതിവിടെ അടുത്തുനിന്ന് തന്നെയാണ് പിക്കപ്പ്. ഇവിടെ നിന്ന് നമുക്ക് പോകേണ്ടത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ്. അപ്പോൾ നമുക്ക് എന്തായാലും കസ്റ്റമറെ പിക്ക് ചെയ്യാൻ പോകാം. ഗാന്ധിപുരം ശ്രീ മഹാഗണപതി ക്ഷേത്രം, അതിൻ്റെ അവിടെയായിരുന്നു ഡ്രോപ്പ്. അതിൻ്റെ അടുത്ത് ചെറിയൊരു ഡേ കെയറൊക്കെ ഉണ്ട്, കൊച്ചു പിള്ളേർക്കുള്ള. എന്തായാലും നമുക്ക് അടുത്ത കസ്റ്റമറെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവാം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നാണ് ലെഫ്റ്റ് എടുക്കേണ്ട. നവജീവൻ ആയുർവേദ
അവിടെ നിന്ന് ആരെങ്കിലും ആണോ എന്ന് അറിയില്ല. എന്നാലും ഇവിടെ എല്ലാം കേബിള് ഒഴിച്ച് റോഡെല്ലാം നല്ല മോശമായിട്ട് കിടപ്പുണ്ട്. മഴയും കൂടി പെയ്ത് കഴിഞ്ഞാൽ അടിപൊളി. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡാണ് നവജീവൻ. അപ്പോൾ അവിടെ അല്ല, നേരെയാണ് ഇനിയും. ഓപ്പോസിറ്റൊക്കെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇടത് സൈഡൊക്കെ കോരിയിട്ട മണ്ണാണ്, വണ്ടി പൊതഞ്ഞില്ലെങ്കിൽ കൊള്ളാം. അപ്പോൾ ഇതാണെന്ന് തോന്നുന്നു നമ്മളെ കസ്റ്റമർ. എന്തായാലും നോക്കാം. അപ്പോൾ ഇത് തന്നെ ആള്. അപ്പോൾ നമ്മൾ കസ്റ്റമറെ തമ്പാനൂർ ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ ഇതൊരു 235 രൂപയ്ക്കുള്ള ഓട്ടോ ആയിരുന്നു. കുഴപ്പമില്ല, ഒരു 10 കിലോമീറ്റർ ഉണ്ടായിരുന്നു. കുഴപ്പമില്ലാത്ത റേറ്റാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ട്രിപ്പ് കിട്ടുമോ ഇല്ലേ നോക്കാം. ഇവിടെ ഭയങ്കര വെയിലാണ്, എന്നാൽ ചെറിയ മഴക്കാറുണ്ട്. തമ്പാനൂരിപ്പോൾ വലിയ തിരക്കില്ല. അപ്പോൾ നമുക്ക് എവിടെയും പോയി പാർക്ക് ചെയ്യാൻ അടുത്ത ട്രിപ്പ് കിട്ടുമോ ഇല്ലെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഒരു 1.25 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു ട്രിപ്പ് അടിച്ചു. ഇപ്പോൾ നമ്മുടെ പോലീസ് ഗ്രൗണ്ടിൻ്റെ അടുത്ത്, തൈക്കാട് പോലീസ് ഗ്രൗണ്ടിൻ്റെ അടുത്തു നിന്നാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കസ്റ്റമറെ പിക്ക് ചെയ്യാൻ പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞു. തൈക്കാടുന്ന് സ്റ്റുഡിയോ റോഡ് നേമം, അവിടെ ആയിരുന്നു ഡ്രോപ്പ്. ഇതും കുഴപ്പമില്ല, ഒരു 200 രൂപയ്ക്കുള്ള ഓട്ടം തന്നെയായിരുന്നു ഇത്. പിന്നെ അടുത്ത് നമുക്ക് ഇവിടെ അടുത്തുനിന്ന് തന്നെ ഒരു ട്രിപ്പ് അടിച്ചു. അത് ശാസ്തമംഗലത്തോട്ടാണ്. ലൊക്കേഷൻ അത്ര ഒരു ക്ലാരിറ്റി ആകുന്നില്ല. കസ്റ്റമറെ വിളിച്ചപ്പോൾ പറഞ്ഞത് ലൊക്കേഷൻ സ്വല്പം മാറ്റമുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കുറച്ചുകൂടെ അങ്ങോട്ട് ചെന്നിട്ട് വിളിക്കാം. ഇവിടെ നിന്നൊരു 1 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. എന്തായാലും അങ്ങോട്ട് ചെന്നിട്ട് വിളിക്കാം. ഇത് നല്ല ഒരു ഏരിയയാണ്, ഗ്രാമപ്രദേശം പോലെ ഇരിക്കുന്ന സ്ഥലമാണ്. നിറച്ച് വയലും മരങ്ങളും തെങ്ങും എല്ലാം കൊണ്ടൊരു നല്ലൊരു അന്തരീക്ഷം ഉള്ള സ്ഥലം. മഴയൊക്കെ കറുത്ത് വരുന്നുണ്ട്. എപ്പോഴാണ് പെയ്യുന്നതെന്ന് അറിയത്തില്ല. എന്തായാലും ഇതിനെ വിഴവൂർ റോഡെന്നാണ് പറയുന്നത്. വിഴവൂർ. നമുക്ക് ഇതിലേ പോയാൽ പേയാടൊക്കെ ചെന്ന് കയറാം. പേയാട്, തച്ചോട്ട് കാവ്. അവിടുന്ന് പിന്നെ റൈറ്റ് എടുത്ത് പോയാൽ ഊരുട്ടമ്പലം, കാട്ടാക്കട, അങ്ങോട്ടൊക്കെ പോവാം. ഇതിന് ഈ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് വീടുകളാണ്. അതിൻ്റെ ബാക്കിൽ കൂടെയാണ് കരമന ആറ് ഒഴുകുന്നത്. നമ്മൾ ഏതാണ്ടെങ്കിൽ ലൊക്കേഷൻ എത്താറായി. നമുക്ക് കസ്റ്റമറെ ഒന്ന് വിളിക്കാം. എവിടെയാണെന്ന് നോക്കിയിട്ട്. ചൂഴാറ്റുകോട്ട ഈ സ്ഥലത്തിൻ്റെ പേരാ. ചൂഴാറ്റുകോട്ട. ഈ അമ്പലത്തിൻ്റെ ആർച്ചിൻ്റെ അകത്താണെന്നാണ് തോന്നുന്നത്. സ്റ്റെപ്പിൽ വളയില്ല വണ്ടി.
അപ്പം എന്തായാലും കസ്റ്റമറെ നമുക്ക് പിക്ക് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ആ ട്രിപ്പൊക്കെ കഴിഞ്ഞു. അത് നമ്മുടെ സ്റ്റുഡിയോ റോഡ് നേമത്ത് നിന്ന് കുറച്ചപ്പുറം 1 കിലോമീറ്റർ മാറി പിക്കപ്പ്, ഡ്രോപ്പ് വന്നിട്ട് നമ്മുടെ ശാസ്തമംഗലം ശ്രീ രാമകൃഷ്ണ മിഷൻ ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് ഡ്രോപ്പ് ചെയ്ത ഉടനെ തന്നെ വേറൊരു 200 രൂപയ്ക്കുള്ള ഒരു ഓട്ടോ അടിച്ചു. അത് അവിടെ നിന്ന് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ മാൾ ഓഫ് ട്രാവൻകൂറിലോട്ടായിരുന്നു. അങ്ങനെ മാൾ ഓഫ് ട്രാവൻകൂറിൽ ഡ്രോപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ CNG 2 പോയിൻ്റേ ഉള്ളൂ. അപ്പോൾ CNG അടിക്കാൻ വേണ്ടി വെൺപാലവട്ടത്തുള്ള പ്ലാന്റിൽ വന്നു. ഇവിടെ വന്നപ്പോൾ ഭയങ്കര ക്യൂ, അന്യായ തിരക്ക്. ഇവിടെ വണ്ടിയെല്ലാം റോഡിൻ്റെ ഇങ്ങറ്റം വരെ കിടക്കുക. ഓട്ടോ ആയാലും ശരി തന്നെ, കാറുകളായാലും അങ്ങനെ തന്നെ നിറച്ച് ക്യൂ ആണ്. അപ്പോൾ അങ്ങനെ ക്യൂവിൽ കിടക്കുന്നു. 2 കാലമായി ചോറൊന്നും കഴിച്ചില്ല. ചോറ് കഴിക്കണം. അപ്പോൾ അങ്ങനെ ഇവിടെ വന്നിട്ടിപ്പോൾ ഒരു 10 മിനിറ്റായി. നേരത്തെ വീഡിയോ എടുക്കാൻ പറ്റില്ല. അവിടെ ചാക്കയിൽ ചെറിയ ബ്ലോക്കായിരുന്നു, അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതെന്തായാലും ഇവിടെ എത്തി ഇനി CNG അടിക്കണം. CNG അടിച്ചിട്ട് എന്തെങ്കിലും കഴിക്കണം. കഴിച്ചിട്ട് ബാക്കി ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസ് പറയാം. അപ്പം ഓക്കെ ഫ്രണ്ട്സ്, അപ്പുറത്തെ 2 പോയിന്റ് മാത്രമേ, അല്ല 4 പോയിന്റ് മാത്രമേ CNG അടിക്കുന്നുള്ളൂ. ഈ ഒരു 3 പോയിന്റ് വെറുതെ കിടക്കുവാണ്. ഇതിലും കൂടെ വണ്ടികളൊക്കെ കയറ്റി ഫില്ല് ചെയ്തിരുന്നെങ്കിൽ ഈ തിരക്ക് ഇല്ലായിരുന്നു. പക്ഷെ അതിനുള്ള ആളിവിടെ ഇല്ല, സ്റ്റാഫില്ല. അതുകൊണ്ട് പിന്നെ ഇതിങ്ങനെ ഈ ഒരു 3 പോയിന്റ് അങ്ങനെ ഒഴിഞ്ഞു കിടക്കും. അപ്പോൾ വൺ 2 3 4 5 വന്ന് 5 6 ബേ എന്തോ ഉണ്ട്. 6 ബേ ഉണ്ട്. അതെ, 6 ബേ ഉണ്ട്. പക്ഷേ 5ലും 6ലും 3ലും 4ലും മാത്രമേ വണ്ടികൾ CNG അടിക്കൂ. ഈ ബേ 1 ബേ 2 എല്ലാം ഒഴിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ എന്തായാലും സ്പീഡിൽ CNG അടിച്ച് വിടുന്നുണ്ട്. ഉച്ച സമയമാണ്. അപ്പോൾ CNG കയറുന്നത് പരിമിതമായിട്ടായിരിക്കണം. ഫുൾ ടാങ്ക് കയറില്ല, കാരണം നല്ല ചൂടുണ്ട് അന്തരീക്ഷം. ചൂട് സമയത്ത് CNG അടിച്ചാൽ മൈലേജ് നല്ല വേരിയേഷൻ വരും. മറിച്ച് രാത്രിയോ കാലത്ത് അല്ലെങ്കിൽ വെളുപ്പിനോ ഒക്കെ CNG അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ല രീതിയിൽ പ്രഷറിൽ കുറച്ച് ക്വാണ്ടിറ്റി കയറും. മൈലേജും അപ്പോൾ കുറച്ചുകൂടെ വ്യത്യാസം ഉണ്ടാവും. മൈലേജ് കൂടുതൽ കിട്ടും. അതാണ് CNGയുടെ പ്രത്യേകത. എന്തായാലും നമുക്ക് CNG തീരാറായത് കൊണ്ട് നമുക്ക് അടിച്ചല്ലേ പറ്റൂ. സമയം നോക്കിയിട്ടോ അല്ലെങ്കിൽ അന്തരീക്ഷം, ചൂട്, കാലാവസ്ഥ നോക്കിയിട്ട് കാര്യമില്ല. എന്തായാലും നമുക്ക് CNG അടിക്കാം. വണ്ടികളൊക്കെ പിന്നെയും വരുന്നുണ്ട്. നമുക്കത് മുന്നോട്ട് പോവാറായി, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് CNG അടിക്കാം. അപ്പോൾ നമ്മൾ CNG ഒക്കെ അടിച്ചു. അത് കഴിഞ്ഞിട്ട് വെൺപാലവട്ടം കഴിഞ്ഞ് കുറച്ചുകൂടെ, അതായത് കിംസിൻ്റെ ആ ഭാഗത്തായിട്ട് വണ്ടി ഒന്ന് തണലത്ത് ഒതുക്കാൻ വേണ്ടി പോയപ്പോൾ കുമാരപുരത്തുനിന്ന് ഒരു ട്രിപ്പ് തമ്പാനൂരോട്ട് കിട്ടി. അപ്പോൾ അത് വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം 1-2 ഫ്രണ്ട്സ് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. വെരി സോറി. പിന്നെ അത് കഴിഞ്ഞ് തമ്പാനൂർ വന്നപ്പോൾ നല്ല ബ്ലോക്കാണ്. വന്ദേ ഭാരത് വന്നതിൻ്റെ ബ്ലോക്ക്, വന്ദേ ഭാരതിലോട്ട് അടുത്ത 4 മണിക്കുള്ള വന്ദേ ഭാരതിലോട്ട് പോകാനുള്ള തിരക്ക്, അങ്ങനെ നല്ല ബ്ലോക്കായിരുന്നു. ഇതുപോലെ വണ്ടി റൈറ്റ് സൈഡ് കാണും പോലെ വണ്ടി ബ്ലോക്ക് അടിച്ച് അങ്ങനെ കിടന്നു. ഏതാണ്ട്
മനോരമ ജംഗ്ഷൻ തൊട്ട് തമ്പാനൂർ വരെ ബ്ലോക്ക് അടിച്ച് കിടന്നു. നമ്മുടെ സിറ്റി റൈഡ് ഡബിൾ ഡെക്കർ ബസ്, ഇലക്ട്രിക് ബസ്സാണ്. നഗരക്കാഴ്ചകൾ. അപ്പോൾ അങ്ങനെ തമ്പാനൂർ കസ്റ്റമർ ഇറക്കിയപ്പോൾ തന്നെ വന്ദേ ഭാരതിൽ വന്ന ഒരു കസ്റ്റമർ അവിടെ നിന്നൊരു ട്രിപ്പ് അടിച്ചു. അത് ഈഞ്ചക്കലായിരുന്നു. അത് ചെറിയൊരു ട്രിപ്പായിരുന്നു. 2-3 കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 150 രൂപയ്ക്കുള്ള ട്രിപ്പായിരുന്നു. അങ്ങനെ അതും കഴിഞ്ഞു. കുറച്ച് നേരം ചാക്ക ഭാഗത്ത് വെയിറ്റ് ചെയ്തു. ട്രിപ്പൊന്നും അടിച്ചില്ല. അത് കഴിഞ്ഞിപ്പോൾ ചാക്കയിൽ നിന്ന് ഇപ്പോൾ പേട്ടയിലെത്തി. അപ്പോൾ ഇനി ഈ ഭാഗത്ത് എവിടെയെങ്കിലും, അല്ലെങ്കിൽ പേട്ട കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും ഒന്ന് വണ്ടി ഒതുക്കണം. ചെറിയ രീതിയിൽ മഴ പെയ്തു, സ്പ്രേ പോലെ പെയ്തങ്ങ് പോയി. പക്ഷെ നല്ല മഴ കറുത്ത് വരുന്നുണ്ട്. പെയ്യുമോന്ന് അറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യാം. എന്തായാലും പേട്ട ജംഗ്ഷൻ എത്തി. ഇവിടെയും ബ്ലോക്കാണ്. ഇവിടെ എവിടെയെങ്കിലും നമുക്ക് വണ്ടി ഇടാൻ പറ്റുമോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് വണ്ടി ഒതുക്കിയിട്ട് അടുത്ത ട്രിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. പേട്ട ജംഗ്ഷൻ എത്തി. ബ്ലോക്കാണ്. നമുക്ക് എന്തായാലും ട്രിപ്പ് അടിക്കുമോ ഇല്ല നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കൊരു ട്രിപ്പ് അടിച്ചു. പേട്ടയിൽ നിന്ന് ലെഫ്റ്റ് കയറി കവരടി ജംഗ്ഷനിൽ നിന്ന് ഉള്ളൂർ ഗാർഡൻസിലോട്ടാണ് ട്രിപ്പ് അടിച്ചത്. നമുക്ക് എന്തായാലും ആ ട്രിപ്പ് എടുക്കാൻ പോവാം. പേട്ട റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് എത്തിയപ്പോഴാണ് ട്രിപ്പ് അടിച്ചത്. പിന്നെ നമുക്ക് തിരിച്ചു പോകണം. തിരിച്ചു പോയി കുറച്ച് ദൂരം തിരിച്ചു പോകണം. തിരിച്ചു പോയിട്ട് ആ ട്രിപ്പ് എടുക്കാം. അങ്ങനെ നമ്മൾ പിന്നെയും പേട്ട ജംഗ്ഷൻ എത്തി. ഇവിടെയും ട്രാഫിക് ബ്ലോക്ക് ഉണ്ട്. ഇവിടെ ട്രാഫിക് ലൈറ്റ് ഓഫാണ്. പക്ഷെ 2 പോലീസുകാരുണ്ട്. അതുകൊണ്ട് വലിയ വിഷയമില്ലാതെയൊക്കെ ട്രാഫിക് കൺട്രോൾ ചെയ്ത് പോകുന്നുണ്ട്. നമ്മൾ പേട്ടയിൽ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു. ഇവിടെ നിന്ന് ഒരു 500 മീറ്റർ കൂടെ ഉണ്ട് കവരടി ജംഗ്ഷൻ എന്ന് പറയുന്നത്. അങ്ങോട്ട് പോകാം. സ്കൂളൊക്കെ വിട്ട സമയമാണ്. നല്ല തിരക്കുണ്ട്. സ്കൂൾ ബസ്സും എല്ലാ സ്കൂളുകളും ബസ്സുകളും എല്ലാം ഭയങ്കര തിരക്കാണ്. ഒരു സ്കൂൾ ബസ്, ഹോളി ഏഞ്ചൽസ് ISC സ്കൂൾ. ഒരു ഓട്ടോ ചേട്ടൻ ബസ്സിന് ഓവർടേക്കെന്ന് വിചാരിച്ചു, പക്ഷെ നടന്നില്ല. അതിൻ്റെ സ്കൂൾ ബസ് എടുത്തു. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് കവരടി ജംഗ്ഷൻ. നമുക്ക് ഇവിടെ നിന്ന് ഈ റൈറ്റിലേക്കാണ് കയറേണ്ടത്. ചെറിയ റോഡിലോട്ട് കയറി. ഇവിടെ നിന്ന് ഒരു 200 മീറ്ററാണ്. എന്തായാലും നമുക്ക് അവിടെ പോയി
കസ്റ്റമറെ പിക്ക് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഉള്ളൂർ ഗാർഡൻസിൽ വിട്ടു. അപ്പോൾ നമുക്കൊരു ട്രിപ്പ് അടിച്ചു. ഇവിടെ GG ഹോസ്പിറ്റലിൻ്റെ അടുത്ത് നിന്ന് തിരുമലയിലോട്ടാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് മെഡിക്കൽ കോളേജിൻ്റെ അടുത്തുനിന്നുള്ള ട്രിപ്പ് ഇവിടെ തിരുമല തൃക്കണ്ണാപുരം റോഡ് അവിടെയായിരുന്നു ഡ്രോപ്പ്. അപ്പോൾ അത് ഡ്രോപ്പ് ചെയ്ത് കുറച്ച് നേരം അങ്ങനെ വെയിറ്റ് ചെയ്തു അടുത്ത ട്രിപ്പിന് വേണ്ടി. അപ്പോൾ അടുത്തൊരു ട്രിപ്പ് കിട്ടി. ഇവിടെ നിന്നൊരു 1.5 കിലോമീറ്റർ പിക്ക് ചെയ്തിട്ട് മുക്കോലയ്ക്കൽ, മണ്ണന്തല മുക്കോല അവിടെ ആണ് ഡ്രോപ്പ്. അപ്പോൾ നമുക്ക് കസ്റ്റമറെ പിക്ക് ചെയ്യാൻ വേണ്ടി പോകാം. റോഡെല്ലാം നല്ല തിരക്കാണ്. അപ്പോൾ നമ്മൾ നേരത്തെ വന്ന റൂട്ടെന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജിൽ നിന്ന് ഇവിടെ തിരുമലയാണ്. തിരുമല തൃക്കണ്ണാപുരം റോഡിലാണ് ഡ്രോപ്പ്. അപ്പോൾ നമുക്ക് വരേണ്ട റൂട്ട് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജിൽ നിന്ന് നേരെ മുറിഞ്ഞ പാലത്തിൽ നിന്ന് റൈറ്റ്, മുറിഞ്ഞ പാലത്തിൽ നിന്ന് റൈറ്റ് അല്ല, മുറിഞ്ഞ പാലം കഴിഞ്ഞ് കുറച്ചൊരു ഫ്രണ്ടിലോട്ട് വന്നിട്ട് റൈറ്റിലേക്ക് ആ സിഗ്നൽ റൈറ്റ് കയറി നേരെ യൂണിവേഴ്സിറ്റിയുടെ ബാക്കിൽ വന്ന് പിന്നെ പാള അണ്ടർപാസ് കയറി നേരെ വഴുതക്കാട് നിന്ന് കോട്ടൺ ഹില്ല് നേരെ പാങ്ങോട് മിലിറ്ററി ക്യാമ്പിനകത്തൂടെ നേരെ തിരുമല. അതാണ് എളുപ്പ വഴി. അങ്ങനെയാണ് ഈ ട്രിപ്പ് വന്നത്. ഇനി അടുത്ത പിക്കെടുക്കാൻ പോകുന്നു. തിരുമലയൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. തിരുമല ജംഗ്ഷൻ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്കൂൾ ബസ് എല്ലാം സജീവമായിട്ടുണ്ട് റോഡിൽ. ഇതുപോലത്തെ വലിയ ബസ്സും ചെറിയ ബസ്സും മീഡിയം സൈസും ആവറേജ് സൈസും എല്ലാം ഉണ്ട്. അതുകൊണ്ട് അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ട്. ടു വാക്ക് ഇൻ ദ ലൈറ്റ് ആൻഡ് ഡിസ്പെൽ ദ ഡാർക്ക്നെസ്. അതും ഒരു സ്കൂളാണ്. സ്കൂളിൻ്റെ പേര് വായിക്കാൻ പറ്റിയില്ല. ഇവിടെ ഇത് മങ്കാട്ട് കടവ്. ഇതിന് മങ്കാട്ട് കടവ് എന്നാ പറയുന്നത്. ഈ പാലം, ഇപ്പം നമ്മളൊരു പാലം കയറും, ആ പാലത്തിന് മങ്കാട്ട് കടവ് പാലം എന്നാ പറയുന്നത്. ഇതാണ് മങ്കാട്ട് കടവ് പാലം. അടുത്ത സ്കൂൾ ബസ് CMGHSS. ഇവിടെ ചെറിയൊരു ബിസിനസ് ഏരിയ പോലെ ഉണ്ട്. സൈഡില് മീൻ കച്ചവടം, നത്തോലിയുണ്ട്, ചാള മീനുണ്ട്, അങ്ങനെ മീൻ കച്ചവടം. ഈ ലൊക്കേഷനൊക്കെ സാധാരണ രീതിയിൽ യൂബർ ട്രിപ്പ് അടിക്കാത്തതാണ്. എന്നാൽ ഇന്ന് ട്രിപ്പ് അടിച്ചു. എന്തായാലും വളരെ നല്ല കാര്യം. ഈ റൂട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ. ഈ റൂട്ട് നേരെ പോയാൽ പേയാട് എത്തും. പേയാട്, തച്ചോട്ടുകാവ്, അങ്ങനെ ചെറിയ റോഡാണ്. വളവും തിരിവൊക്കെ ഉണ്ട്. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം യൂബർ കുഴപ്പമില്ലാതെ ഇന്ന്
ഇന്നിപ്പോൾ ട്രിപ്പ് ഉണ്ടായിരുന്നു. നമുക്കിനി ഇവിടെ നിന്ന് റൈറ്റാണ് പോവേണ്ടത്. കണ്ടൻ ശാസ്താ ക്ഷേത്രം. ഇതിനകത്തോട്ടാണ് ലൊക്കേഷൻ കാണിക്കുന്നത്. ഇവർ ഓടി വരുന്നു. നേരെ കാണുന്നത് കുളമാണോ? കുളമോ എന്തോ ആയിരുന്നു, അതിപ്പോ ഇല്ല, നിറച്ച് പുല്ല് പൊടിച്ച് നിൽക്കുക. കുളമായിരുന്നു എന്ന് തോന്നുന്നു. എന്തായാലും നമ്മൾ ഏതാണ്ട് ലൊക്കേഷൻ എത്താറായി. അപ്പോൾ നമുക്ക് കസ്റ്റമറെ പിക്ക് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഡ്രോപ്പ് കഴിഞ്ഞു. ഇവിടെ മണ്ണന്തല മുക്കോല ഭാഗത്തായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. എങ്ങോട്ടെങ്കിലും ട്രിപ്പ് കിട്ടുമോ എന്ന് നോക്കാം. നോക്കിയിട്ട് ബാക്കി എന്താന്ന് വെച്ചാൽ ചെയ്യാം. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും വണ്ടി ഒന്ന് ഒതുക്കിയിടാം. അടുത്ത ട്രിപ്പ് അടിക്കുമല്ലോ നോക്കാം. ഇവിടെ റോഡ് ഭയങ്കര മോശമാണ്. മണ്ണന്തലയിൽ നിന്ന് ആ മുക്കോല വരെ പോകുന്ന റോഡ് ഭയങ്കര മോശമാണ്. ഇവിടെ തൽക്കാലം വണ്ടി ഒതുക്കാം. നമുക്ക് എന്നിട്ട് അടുത്ത ട്രിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് മണ്ണന്തലയിൽ നിന്ന് കിട്ടിയ ട്രിപ്പ് ഇവിടെ മേനംകുളം ചിറ്റാറ്റുമുക്കിലായിരുന്നു. അതുകൊണ്ട് ഡ്രോപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴക്കൂട്ടത്ത് വന്ന് കിടന്നു. ഓട്ടോ ഒന്നും അടിക്കുന്നില്ല. അപ്പോൾ ഇനി അടുത്ത വീട്ടിലേക്ക് പോകണം. അപ്പോൾ ലൊക്കേഷൻ ലുലു മോൾ വച്ചിട്ടുണ്ട്. അങ്ങോട്ട് എന്തെങ്കിലും അടിച്ചാൽ എടുക്കാം, ഇല്ലെങ്കിൽ CNG അടിച്ച് നേരെ വീട്ടിലേക്ക് പോവാം. എന്തായാലും ഇപ്പോൾ കഴക്കൂട്ടം ഫ്ലൈ ഓവറിൻ്റെ താഴെ കൂടെയാണ് പോകുന്നത്. രാത്രി യാത്ര കൊള്ളാം, നിറച്ച് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് ലെഫ്റ്റിലോട്ടാണ് ടെക്നോ പാർക്ക് ഫേസ് 1. ഇട സൈഡ് എംപ്ലോയീസ് ഒക്കെ ഒരുപാട് പേര് നിൽപ്പുണ്ട്. ഇവിടെ പിന്നെ ഈ സർവീസ് റോഡ് നിറച്ച് കടകളാണ്. വെറൈറ്റി ഫുഡുകൾ കിട്ടുന്ന വെറൈറ്റി കടകൾ. മഞ്ഞ കളർ കാണുന്ന മന്തി കിങ്. അങ്ങനെ ഇഷ്ടംപോലെ കടകൾ. അടുത്തൊരു കട ടിഫിൻ കൾച്ചർ. 101 വെറൈറ്റീസ് ഓഫ് ദോശ. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് കടകളുണ്ട്. ഇലാഫ്, ഈ ലെഫ്റ്റ് സൈഡ് കാണുന്നതാണ് ഇലാഫ്. അതും ഒരു കുഴിമന്തിയുടെ ഷോപ്പാണ്. അടുത്തൊരെണ്ണം ലെഫ്റ്റ് സൈഡ് മന്തി മൻസിൽ, അതും കുഴിമന്തിയാണ്. ഇഷ്ടംപോലെ കുഴിമന്തി കടകളുണ്ട്. എവിടെയാണ് കയറി കഴിക്കണമെന്നുള്ള കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ. ഫ്രണ്ട്സുമായിട്ടൊക്കെ വരുമ്പം ഏത് കുഴിമന്തി കടയിൽ കയറണം കഴിക്കണം എന്നുള്ള ഡൗട്ടേ ഉള്ളൂ. കടകൾ ഒരുപാട്.
നമ്മൾ ഹൈവേയിലോട്ട് കയറി. നമ്മളങ്ങനെ ലുലു ലക്ഷ്യമാക്കി പോവുകയാണ്. അപ്പോൾ ലുലുവിൽ ഇന്ന് തൊട്ട് എൻഡ് ഓഫ് സീസൺ സെയിൽ തുടങ്ങിയിരിക്കുകയാണ്. 50% ഓഫർ. അപ്പം ഞാൻ ലുലു മോളിലൊന്നും കയറുന്നില്ല. ഞാൻ ട്രിപ്പ് വല്ലതും ഉണ്ടെങ്കിൽ എടുക്കും, ലുലു മോളിൽ കൊണ്ടാക്കും. അവിടെ നിന്ന് എല്ലാ ആപ്ലിക്കേഷനും ഓഫ് ചെയ്യും, CNG അടിക്കും, വീട്ടിൽ പോവും. അത്രേ ഉള്ളൂ. ഇത് ഈ ബ്ലോക്ക് ഇപ്പം കുളത്തൂർ സിഗ്നലിലെ ബ്ലോക്കാണ്. ഇത് കുറച്ച് നേരം കാണും. കാരണം മെയിൻ ഹൈവേ ആയിരുന്നിട്ട് പോലും നല്ല ടൈമിങ്. റെഡ് ലൈറ്റ് കൂടുതലും ഗ്രീൻ ലൈറ്റ് കുറവുമാണ് സമയം വച്ചിട്ടുള്ളത്. അതുകൊണ്ട് എന്തായാലും ബ്ലോക്ക് കാണും. എന്തായാലും ബ്ലോക്കിൽ കിടന്നേ പറ്റൂ. ഗ്രീൻ ലൈറ്റ് ആയി, വണ്ടി മൂവ്മെന്റ് ആയി. പിന്നെയും റെഡ് ലൈറ്റ് ആയി. ഇതാണ് ഇവിടുത്തെ സിഗ്നൽ. നല്ല സമയമുണ്ട്. ഫ്രണ്ടിൽ കിടക്കുന്ന വണ്ടി ഫസ്റ്റ് ഗിയർ ഇട്ട് എടുത്ത് കുറച്ച് അങ്ങോട്ട് മുന്നോട്ട് പോയി 2, 3, 4, 5 വണ്ടി പോയ ഉടനെ റെഡ് ലൈറ്റ് ആവും. പിന്നെയും ബ്ലോക്കിലായി. അങ്ങനെ നമുക്ക് സിഗ്നൽ ഗ്രീനായി. നമ്മൾ വണ്ടി എടുത്തു. 30 സെക്കൻഡ് എന്തേ ഉള്ളൂ. ആ സമയം കൊണ്ട് ഇവിടെ എത്തുമ്പോൾ തന്നെ 15 സെക്കൻഡ് ആവും. അതായത് ആ ഒരു ജംഗ്ഷൻ പാസ് ചെയ്ത് അടുത്ത സിഗ്നൽ ലൈറ്റ് മെയിൻ സിഗ്നലിൻ്റെ അവിടെ എത്തുമ്പോൾ തന്നെ 15 സെക്കൻഡ് പോകും. എന്നിട്ട് സമയം വെച്ചിരിക്കുന്നത് 30 സെക്കൻഡ്. ഇതാണ് കുളത്തൂരിലെ സിഗ്നൽ ടൈമിംഗ്. എങ്ങനെയുണ്ട്? അങ്ങനെ നമ്മൾ UST അവിടെ എത്തി. ഇൻഫോസിസ് സിഗ്നൽ. ഇവിടെ വന്നതും സിഗ്നല് നമുക്കായിട്ടുണ്ട്. അപ്പം നമുക്ക് പോവാം. UST ക്യാമ്പസ് ഇന്നോവേഷൻസ് ഡ്രൈവ്. നമ്മൾ UST കഴിഞ്ഞു. ഇനി അടുത്താണ് 2-3 കിടിലം ബ്ലോക്കുകൾ വരാൻ പോണത്. ഒന്നിവിടെ കുന്നിൽ ഹൈപ്പർ മാർക്കറ്റിൻ്റെ അവിടെയും, ഒരെണ്ണം അപ്പുറത്ത് കുഴിവിളയിൽ അവിടെയും, കുഴിവിള എന്നൊരു ജംഗ്ഷൻ ഉണ്ട് അവിടെയും, പിന്നെ അടുത്തത് പെൻപാലവട്ടത്തും. ഇത് 3 മറികടക്കണം. ഇവിടെ എന്തായാലും ഗ്രീൻ ലൈറ്റ് ആയിട്ടുണ്ട്. നമ്മളവിടെ എത്തുമ്പോഴേക്കും അത് റെഡ് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതെ, അത് ഓറഞ്ച് കത്തി. സ്ലോ ഡൗൺ, സ്റ്റോപ്പ്. നമുക്കങ്ങനെ സിഗ്നലായി. ഇവിടെ ടൈമർ കണ്ടുകൂടാ. ടൈമർ കാണിക്കുന്ന യൂണിറ്റ് കംപ്ലൈൻ്റ് ആണ്. ടൈമർ കണ്ടുകൂടാ. ഒരു ചെറിയ ഗ്രീൻ ഡോട്ട് മാത്രമേ ആ ടൈമറിൽ കാണാവൂ. സമയം കുറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്, അല്ലെങ്കിൽ സമയം ഓടിക്കൊണ്ടിരിക്കുക. പക്ഷേ എത്രയാണെന്നുള്ളത് കാണാൻ പറ്റില്ല. ഈ വല സൈഡുള്ളത് ഫ്ലാറ്റാണ് SFSൻ്റെ.
ഇങ്ങനെ അടുക്കടുക്കടുക്കായിട്ട് ലൈറ്റുകൾ കാണുന്നത്. ഇനി അടുത്തൊരു സിഗ്നലുണ്ട്, കുഴിവിള ജംഗ്ഷൻ. അങ്ങനെ നമ്മൾ കുഴിവിള ജംഗ്ഷൻ എത്തി. ഇപ്പോൾ ഗ്രീനൊക്കെ കത്തി കിടപ്പുണ്ട്. പതുക്കെ പതുക്കെ വണ്ടികൾ മൂവ് ചെയ്യുന്നുണ്ട്. അത് ഓറഞ്ച് കത്തി സ്ലോ ഡൗൺ, റെഡ് കത്തി സ്റ്റോപ്പ്. റെഡായിട്ട് മൂവിങ് ആണ്. അങ്ങനെ റെഡ് സിഗ്നലായി നമ്മൾ പിന്നെയും പെട്ടു. അപ്പോൾ ഗ്രീൻ ലൈറ്റ് കത്തി, നമുക്ക് സിഗ്നലായി. ഒരു കണക്കിന് ഇവിടെ ഈ രണ്ട് സ്ഥലത്തും ഈ ട്രാഫിക് ലൈറ്റ് വെച്ചത് നന്നായി എന്നാണ് പറയുന്നത്. കാരണം വർഷങ്ങളായി ഇവിടെ ഒരു കൺട്രോളിങ്ങും ഇല്ല. വെറുതെ ഒരു ഓറഞ്ച് ലൈറ്റ് ഇങ്ങനെ ചുമ്മാ കത്തി അണഞ്ഞും അങ്ങ് കിടക്കുമായിരുന്നു. സ്റ്റോപ്പ് ആൻഡ് പ്രൊസീഡ് എന്ന് പറഞ്ഞു. ഈ റൈറ്റ് സൈഡ് കണ്ടോ, ഈ സിഗ്നലിൽ കാത്ത് നിൽക്കുന്ന വണ്ടികളാ. ചിലർക്ക് പക്ഷെ അതൊരു ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത്. ഇവിടെ ഒന്ന് സിഗ്നൽ പണ്ടൊക്കെ ആണെങ്കിൽ സിഗ്നലില്ല, അങ്ങ് കയറി അങ്ങ് പോവാം. പക്ഷെ ഇപ്പോൾ സിഗ്നൽ വെച്ചപ്പോൾ അത് അവർക്കൊരു ബുദ്ധിമുട്ടാണെന്ന് പലരും പറഞ്ഞു. പക്ഷേ ഒരു കണക്കിന് നല്ലതാണ്. ഒരുപാട് ആക്സിഡന്റ് സംഭവിക്കുന്ന ജംഗ്ഷനാണ് അത് രണ്ടും. ആ കുന്നിൽ ഹൈപ്പർ മാർക്കറ്റിന്റെ ആ ജംഗ്ഷനും പിന്നെ ഇപ്പൊ നമ്മൾ കണ്ട കുഴിവിള ജംഗ്ഷനും. അങ്ങനെ നമ്മൾ ആക്കുളം പാലം എത്തി. ആക്കുളം പാലത്തിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങ് റൈറ്റ് സൈഡ് ദൂരെ കാണുന്നതാണ് നമ്മുടെ ലുലു. അപ്പൊ എന്തായാലും ലുലു മാൾ വരെ എത്തി. ഇതുവരെ ഓട്ടോ ഒന്നും അടിച്ചില്ല. അപ്പൊ എന്തായാലും അടുത്ത് CNG അടിക്കാൻ പോവാം. CNG അടിച്ച് ഇനി നേരെ വീട്ടിലോട്ട്. അപ്പോൾ ഇന്നത്തെ ട്രിവാൻഡ്രം സിറ്റി കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു. ആ ലുലുവിൻ്റെ ഫ്രണ്ടിലൊക്കെ ചെറിയ ഡെക്കറേഷൻസ് ഒക്കെ വന്നു തുടങ്ങി. ഓണത്തിൻ്റെ തുടക്കങ്ങൾ. ഈ റൈറ്റ് സൈഡ് ലുലു സീരിയൽ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ലെഫ്റ്റ് സൈഡും നിറച്ച് ബൈക്കുകൾ ഇരിക്കുവാണ്. അപ്പോൾ എൻഡ് ഓഫ് സീസൺ സെയിലിൻ്റെ സ്റ്റാർട്ടപ്പ് ആയ ദിവസമാണിന്ന്. അപ്പോൾ അതുകൊണ്ട് തിരക്കുണ്ട് ലുലു മാൾ. നമുക്ക് എന്തായാലും ഈ സർവീസ് റോഡ് ഇറങ്ങാം. സർവീസ് റോഡ് ഇറങ്ങി CNG ഒക്കെ അടിച്ചിട്ട് നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പോൾ ഏതായാലും ഇന്നത്തെ ട്രിവാൻഡ്രം സിറ്റിയിലെ കാഴ്ചകൾ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് വേണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് വീണ്ടും ട്രിവാൻഡ്രം സിറ്റിയിലെ കാഴ്ചകൾ വീഡിയോ ചെയ്ത് ഇടാൻ അല്ലെങ്കിൽ യൂട്യൂബിൽ ഇടാൻ ഒരു മോട്ടിവേഷൻ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു പ്രചോദനമുള്ളൂ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു നാളെ, അതായത് നല്ലൊരു വെള്ളിയാഴ്ച നേരുന്നു.
തുടർന്ന് നമുക്ക് മറ്റ് വിശേഷങ്ങളുമായി അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.